ആരിഫ് ഹുസൈൻ. ഇതാരാ? വാര്യമ്പള്ളിയിലെ മീനാക്ഷിയല്ലോ. 55 സലൂൺ സർവീസ്. ഇതിൽ ഏത് 10 സർവീസ് എടുത്തു കഴിഞ്ഞാലും just 200 ദിർഹം. കാണ്ടാമൃഗത്തെ വേണേ കണ്ടോ, അങ്ങോട്ട് നോക്കിയാ മതി. ഐ ക്വിറ്റ് മേക്കപ്പ്. ഇത്ര നേരം ഒന്നുമല്ലല്ലോ പറഞ്ഞേ, ഇപ്പൊ എന്തോ പറ്റി? ഒരബദ്ധം പറ്റിന്ന് പറഞ്ഞാ മതിയല്ലോ. കാര്യം എന്താന്ന് വെച്ചാൽ അമ്മാവൻ തെളിച്ചു പറ. അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് തന്നിരിക്കുന്ന ഈ മുഖം മാറ്റങ്ങൾ വരുത്തുവാനോ ചായം പോഷുവാനോ പാടില്ല. കരയരുത് വിശാലം, മേക്കപ്പ് ഇളകും. 20 വർഷം 20 ഇയേഴ്സ് എടുത്തു ഈ ഒരു തീരുമാനത്തിലേക്ക് ഞാൻ എത്തിച്ചേരാൻ. ഇതാണ് കഥ. പക്ഷേ ഫ്ലാഷ് ബാക്കിലാണ് യഥാർത്ഥ സംഭവം നടക്കുന്നത്. ഫ്ലാഷ് ബാക്ക്. ഈ സഹോദരന് ചില സംശയങ്ങളുണ്ട്, നമുക്കതങ്ങ് തീർത്തു കൊടുത്തേക്ക്. കിടന്ന് ചൂടാവില്ല നാരായണി. ഹിജാബ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് സംസാരിക്കും. അത് ശരി. അത്ര വലിയ ഷോ നടക്കല്ലേ. ലിപ്സ്റ്റിക്കിന്റെ ഏത് ഷെയ്ഡാ ഉപയോഗിച്ചേക്കുന്നത്? എന്താ മോനെ പ്രശ്നം? ചെറിയ മക്കളെ വരെ നിങ്ങൾ ലിഫ്റ്റ് ഇടിക്കും. അല്ലാഹുവിന്റെ റസൂൽ വഹിയ സാനിയ, ഓള് വേശ്യയാണെന്നാ പറഞ്ഞത്. ഓൾ ആരാണ്? അതുകൊണ്ട് തന്നെ ഐ ക്വിറ്റ് മേക്കപ്പ്. ഇതിന്റെ പിന്നിൽ വമ്പൻ സ്രാവുകളും നീലത്തിമിംഗലവും ഒക്കെ ഉണ്ട്. ഞാനല്ലേ തൊന്നോട് ദേഷ്യം പിടിക്കണ്ട, മുത്തുനബിയാ പറഞ്ഞത്. പാടില്ലാത്തത് കൊണ്ട് തന്നെ ഐ ക്വിറ്റ് മേക്കപ്പ്. സംശയമൊന്നുമില്ലല്ലേ? അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് തന്നിരിക്കുന്ന ഈ മുഖം ഇതിൽ ചായം പോഷുവാനോ പാടില്ലാത്തത് കൊണ്ട് തന്നെ ഐ ക്വിറ്റ് മേക്കപ്പ്. എനിക്കിങ്ങനെ അബദ്ധം പറ്റാറേയില്ല. ഇത് അബദ്ധമല്ല മോളെ, ദൈവത്തിന്റെ ഒരു കമ്പിയില്ല കമ്പി സന്ദേശമാണ്. എല്ലാത്തിനാ അള്ളാഹു ശപിച്ചിരിക്കുന്നു. ആരെ? അന്നാമിസാത്തു വൽ മുത്തനമ്മിസാത്തു. ചുണ്ടിൽ ചായം തേക്കുന്നവളെയും ചായം തേക്കാൻ ഇരുന്നു കൊടുക്കുന്നവളെയും. നരകത്തിലെ ബറകൊള്ളി ആവണോ? വേണോ? വേണോ? എന്റെ ലൈഫ് ബ്രോയിലറായി. ദൈവമേ, എന്റെ ലൈഫ് ബ്രോയിലറായി. അതുകൊണ്ട് തന്നെ ഐ ക്വിറ്റ് മേക്കപ്പ്. തലക്കാല സൂലെന്ന് തോന്നുന്നു. ആരുടെയും നിർബന്ധത്തിലോ വിമർശനം കാരണമോ എടുത്ത തീരുമാനമേ അല്ല, എന്റെ സ്വന്തം തീരുമാനമാണ്. ഞാൻ മേക്കപ്പ് വേണ്ടാന്ന് വെച്ചതിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന കുറച്ച് ആളുകളുണ്ട് കേട്ടോ. എക്സ് മുസ്ലിംസ് ആൻഡ് കുറച്ച് എത്തിസ്റ്റുകൾ. അവര് ലാസ്റ്റ് വീഡിയോയിലിട്ട് കുറച്ച് കമന്റുകൾ ഉണ്ട്, കാണിച്ചു കേട്ടോ. ആരിഫ് ഹുസൈൻ, ഓ ഞാൻ ജിഹാദിയാണത്രേ. എന്റെ അവസാന ശ്വാസം വരെ ഞാൻ ഇസ്ലാമിന് വേണ്ടി സംസാരിച്ചിരിക്കും. ഞാൻ എന്റെ ജസ്റ്റിസ് കണ്ടിട്ട് ഞാൻ ഭീഷണിപ്പെടുത്തണമെന്ന് നിങ്ങൾ വിചാരിക്കും. അധികം കളിക്കരുത് ഈ കാര്യത്തിൽ. എന്റെ അവസാന ശ്വാസം വരെ ഞാൻ ഇസ്ലാമിന് വേണ്ടി സംസാരിച്ചിരിക്കും. എങ്കയോ കേട്ടത്ര ഒരിക്കൽ കൂടി ആ ശബ്ദം പുറപ്പെടുവിക്കും. നമ്മൾ ഈ ഖുർആൻ തന്നെ വായിക്കണില്ല മുസ്ലിം. നീയല്ലേ പണി കിട്ടിയ സൂക്ഷിച്ച് നോക്കണ്ടടാ ഉണ്ണി, ഇത് ഞാനല്ല. നീ ചന്തു അല്ലേ? എന്താ എന്താ കാര്യം? നമ്മൾ ഈ ഖുർആൻ തന്നെ വായിക്കണില്ല മുസ്ലിം. അതുകൊണ്ട് തന്നെ 20 വർഷം 20 ഇയേഴ്സ് എടുത്തു ഐ ക്വിറ്റ് മേക്കപ്പ്. ഐഡിയ ഒക്കെ കൊള്ളാം, പക്ഷെ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. ഡാർക്ക് ലിപ്സ് കാരണം ബുദ്ധിമുട്ടുകയാണോ? എങ്കിൽ ഇതാ ഒരു പെർമനന്റ് സൊല്യൂഷൻ പറഞ്ഞുതരാം. എന്തൊരു തൊലിക്കട്ടി! പക്ഷെ ബ്രൂട്ടീഷും മാത്രം ഞാൻ ചെയ്യാറില്ല, ഇതുവരെ ചെയ്തിട്ടില്ല. കാരണം ജനിച്ചപ്പോ കാരണന്മാർക്ക് നല്ല ഭംഗിയുണ്ട്, കോലമുണ്ട്. അതുകൊണ്ട് തന്നെ ഐ ക്വിറ്റ് മേക്കപ്പ്. യൂട്യൂബില് എന്റെ ഫേസ് തമ്പനയിൽ വെച്ചിട്ട് വേറൊരു സ്ത്രീയുടെ വോയിസ് ഇട്ട് ഫേക്ക് വീഡിയോ ഇറക്കിയ ആളാണ് ഈ പറയുന്നത്. അപ്പൊ നിങ്ങൾക്കുള്ള മറുപടി ഞാൻ യൂട്യൂബിൽ തന്നെ ഉടനെ തരുന്നതായിരിക്കും. വേൾഡിൽ ഇതുപോലത്തെ ഒറ്റ പീസേ ഉള്ളൂ, ഇതുകൂടി തീർന്നാ വംശനാശം. എന്നാ പിന്നെ അങ്ങോട്ട് തുടങ്ങല്ലേ. അപ്പൊ നിങ്ങൾക്കുള്ള മറുപടി ഞാൻ യൂട്യൂബിൽ തന്നെ ഉടനെ തരുന്നതായിരിക്കും. ഷാജി ഏട്ടാ, ഇവിടെ അരുതബു ഇതൊന്ന് ക്ഷമയോടെ കേൾക്കണം, എന്നിട്ട് തീരുമാനിക്കുക അടിക്കണോ വേണ്ടത്. We are supposed to follow Quran. അങ്ങനെ ആരാ പറഞ്ഞേ? അത് അങ്ങനെ എവിടെ പറഞ്ഞേ? ഖുർആൻ ഫോളോ ചെയ്യാനൊന്നും പറഞ്ഞിട്ടില്ല. ഖുർആൻ മാത്രം ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് എല്ലാം നടക്കുമോ ഇസ്ലാമിലെ? ഞാൻ മുത്തച്ഛന്റെ കൂട്ട്, ഞാൻ മാത്രമല്ല അവരെല്ലാവരും ഖുർആൻ ആൻഡ് ഹദീസ്. ഞാൻ ഹദീസിലെ കാര്യമല്ലേ പറഞ്ഞേ. ഓ അത് ശരിയാണല്ലോ. ഗസ്വയെ ഹിന്ദ് അത്ര ഓത്തന്റിക് അല്ല, ഇറ്റ്സ് എ വീക്ക് ഹദീസ്. അങ്ങനെ ആരാ പറഞ്ഞേ? വത്സന് നമ്മെ കുറിച്ചൊന്നും അറിയില്ല എന്ന് തോന്നുന്നു. റിസർച്ച് ചെയ്തിട്ട് പറയണതൊക്കെ.
റിസർച്ച് ചെയ്തോണ്ടാണല്ലോ പറഞ്ഞത്. It is based on a weak hadith, sir. അത് താനല്ലല്ലോ തീരുമാനിക്കേണ്ടത്, ഞങ്ങളല്ലേ തീരുമാനിക്കുന്നത്. It has no authenticity. ഇതെന്നെ എന്നോടല്ലല്ലോ പറയേണ്ടത്. പാകിസ്ഥാനിലും അതുപോലെ ലോകത്ത് പല സ്ഥലങ്ങളിലും ഉള്ളതോട് പറഞ്ഞ് ഉപദേശിച്ചുകൂടെ നിങ്ങൾക്ക്? അവരല്ലേ ഈ ഗസ്വ ഹിന്ദ് പൊക്കി പിടിച്ചു വരുന്നത്, ഞാനാണോ? അയ്യോ സുന്ദര, നീ വല്ലാതെ പേടിച്ചിരിക്കുന്നു. ഞാനില്ലേ, ധൈര്യമായിട്ടിരിക്കേ. അയ്യോ സാർ, നിങ്ങളൊന്ന് എന്റെ ശബ്ദത്തിന് എന്താ ഒരു പരപരപ്പ്? ലഷ്കർ എ തയ്യബയുടെ മുതലാളിക്ക് ഇസ്ലാം കുറച്ചേ അറിയുള്ളൂ. അത് അവരുടെ പ്രയോറിറ്റി വേറെയാണ്. എന്ത് പ്രയോറിറ്റി? ക്രിയേറ്റ് ഫിയർ, അതായത് ജനങ്ങളുടെ മനസ്സിൽ ഭയം ഉണ്ടാക്കുന്നത് ടെററാണ്. യെസ്, ഇത് തന്നെയല്ലേ അള്ളാഹു മുഹമ്മദ് നബി ചെയ്തു. അതെങ്ങനെ സർ? ഖുറാനിൽ നിങ്ങൾ വായിച്ചിട്ടില്ല? ഇപ്പൊ എന്താണ് ബദർ യുദ്ധവേളയെല്ലാം അവതരിച്ച സൂറത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്? അപ്പൊ വാർ ഇസ് ബാഡ് അക്കോർഡിംഗ് ടു യു? വാർ ഓഫ് കോഴ്സ് ബാഡ് അല്ലേ? അപ്പൊ ഇപ്പൊ നടക്കണ ജനസൈഡോ സർ? എവിടെയാ ജനസൈഡ് നടക്കുന്നത്? എവിടെയാ നടക്കണേ? മറ്റേ യമനിലെ പാലസ്തീനോ? അതെവിടെയാണ്? ഉരുളക്കുപ്പേരി കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്ത് വന്നിരിക്കുകയാണ് ഒരു തർക്കക്കാരൻ. പാലസ്തീൻ അറിഞ്ഞൂടാ സർ? ഇല്ല, എവിടെയാണ്? അതിപ്പോ പാലസ്തീൻ നമ്മുടെ ഇസ്രായേലി നെയ്ബർഹുഡ്. ഇസ്രായേലി നൈബർഹുഡോ? യെസ്. അവിടെ എന്താണ്ടാവേ? ജനസൈഡ് കാണുന്നില്ല സർ. യമുനാറാണി സൂചിസൈഡ് ചെയ്യാൻ കാരണം തന്നെ ഇവരാണ് സാർ. എപ്പോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. നിങ്ങൾ ഫുൾ ടൈം ഓൺലൈൻ ആണല്ലോ സർ. അതെ, ഞാൻ ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ യമനിലൊരു ജനസൈഡ് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ അപ്പുറത്ത് സുഡാനിൽ നടക്കുന്നുണ്ട്, നൈജീരിയയിൽ നടക്കുന്നുണ്ട്, ചാഡിൽ നടക്കുന്നുണ്ട്, ബുർക്കിന ഫാസോയിൽ നടക്കുന്നുണ്ട്, അഫ്ഗാനിസ്ഥാനിൽ നടക്കുന്നുണ്ട്. എങ്ങനെ? അപ്പൊ തുടങ്ങി കഴിഞ്ഞില്ലേ? യെസ്, ഫ്രം ദിസ് മിനിറ്റ് ദിസ് സെക്കൻഡ് ഓൺലി ഇംഗ്ലീഷ്, നോ മലയാളം. ഇല്ല. Do some research, sir, before you എവിടെ അങ്ങനെ spit ഒരു out all രാജ്യമുള്ളത്? these lies. ഈ ലോകത്ത് എവിടെ അങ്ങനെ ഒരു രാജ്യമുള്ളത്? പാലസ്തീൻ എന്ന് പറഞ്ഞാൽ എല്ലാം കയ്യിന്ന് പോവാ. പാലസ്തീൻ അല്ലല്ലോ. അങ്ങനെ ഒരു വാക്ക് ഖുറാനിലുണ്ടോ? ഉണ്ടല്ലോ. ഖുറാനിൽ എവിടെ പാലസ്തീൻ എന്ന് പറഞ്ഞൊരു വാക്ക്? ഒന്ന് കാണിച്ചു തരൂ. ഈ ഇരിപ്പിൽ അങ്ങോട്ട് സമാധിയായാൽ മതിയായിരുന്നു. അത് കൊള്ളാം. ഖുറാനിൽ പാലസ്തീൻ എന്ന് പറഞ്ഞൊരു വാക്കിന് ഞാൻ ഇപ്പൊ കലിമേൽ. Ancient Canaan. Canaan ആണ് പാലസ്തീൻ എന്ന് പറഞ്ഞൊരു വാക്ക് the present day ഈ പറയുന്ന ഖുർആനിൽ ഉണ്ടെങ്കിൽ ഞാൻ ഇതിപ്പോ കലിമേലും. ആഷാദു ഇതിപ്പോ ചെല്ലണം. നിങ്ങൾ പറഞ്ഞു ഏതാ സൂറത്ത് ഏതാ വാക്ക് എന്ന് പറഞ്ഞു? പറയാം, ഞാൻ പറയാം, പക്ഷെ നിങ്ങൾ വിശ്വസിക്കണം. Canaan. കനാൻ അതിന് മുന്നേ ഉള്ളതാണ്. കനാന് ശേഷം ലാൻഡ് ഓഫ് ഇസ്രായേൽ എന്ന് പറയുന്നത് എവിടെയാന്ന് പറയൂ? 1960-കൾക്ക് ശേഷമാണ്. അതുവരെയും പാലസ്റ്റൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇസ്രായേൽ തന്നെയായിരുന്നു. അതറിയോ? ഈ പാലസ്റ്റൈൻ എന്ന് പറഞ്ഞ പേര് അഡോപ്റ്റ് ചെയ്തത് ആരാണ്? ആരുടെ കാലത്താണ്? യാസർ അറാഫത്തിന്റെ കാലത്താണ്. അത് നിങ്ങൾക്കറിയോ? അതും അറിയില്ല. എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല. ഈ പാലസ്റ്റൈൻ എന്ന് പറഞ്ഞ പേര് ഇട്ടത് ആരാണ്? അതെങ്കിലും പറയൂ. അത് അറബി പേരാണോ? അത് നിങ്ങൾക്ക് ഒരു ക്ലൂ. Part of Palestine, Lebanon, Jordan, Syria. ആ സ്ഥലത്തിനൊക്കെ അന്നത്തെ പേരെന്തായിരുന്നു പറയൂ. ഇതൊക്കെയാണ് സർ പേര്. അത് ശരി. അപ്പൊ നിങ്ങളെ വീട്ടുപേര് ചോദിച്ച് നിങ്ങളെ സ്ഥലം എവിടെയാന്ന് ചോദിക്കുമ്പോ പാർട്ട് ഓഫ് തമിഴ്നാട്, കർണാടക ആൻഡ് ആൻഡമാൻ നിക്കോബാർ ഐലൻഡ് എന്നാണോ നിങ്ങൾ പറയാറ്? നിങ്ങളുടെ താമസിക്കുന്ന ജില്ലയുടെ പേര് പറയൂ എന്നല്ലേ നമ്മൾ പറയുന്നത്. അതുപോലെ ജൂതന്മാർ അന്ന് താമസിക്കുന്ന സ്ഥലത്തിന്റെ പേരെന്താന്ന് പറയും? ജെറൂസലം. വൈവയ്ക്കൊക്കെ ഇരുന്ന് വൈവ പരീക്ഷയ്ക്ക് തള്ളണ മാതിരി തള്ളിയാലൊന്നും ചരിത്രം ശരിയാവില്ല. ഇല്ല സർ, ഇല്ല സർ. നിങ്ങള് ചരിത്രം പഠിക്കാൻ തുടങ്ങുക. ആ സ്ഥലത്തിന് അവർ ബനി ഇസ്രായേൽ എന്ന് പറയുമ്പോൾ ഇസ്രായേലി സന്തതികളും അവരുടെ ട്രൈബ്സും ഒക്കെ താമസിച്ചിരുന്ന ആ സ്ഥലം കാനാൻ ദേശം എന്നൊക്കെ നിങ്ങൾ പറയുന്ന ആ ഭാഗത്ത് അതിനെ വിളിച്ച ലാൻഡ് ഓഫ് ഇസ്രായേൽ എന്നായിരുന്നു. അതിന് പിന്നീട് മറ്റൊരു പേരും കൂടി ഉണ്ട്, ജൂദയ, സമരിയ എന്നൊക്കെ പറയുന്ന പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ജൂദയ എന്ന് പറയുന്ന പേരിൽ നിന്നാണ് ഈ ജൂതന്മാർ എന്ന് പറയുന്ന ഈ യഹൂദ് എന്നൊക്കെ പറയുന്ന സാധനം വരുന്നത്. മനസ്സിലായോ? ചെറിയൊരു തലയിറക്കം. അപ്പൊ നമ്മൾ എവിടെ പറഞ്ഞു നിർത്തി? പറയാതെ തന്നെ കിട്ടിയല്ലോ. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? പണ്ടേ അവിടെ ഉണ്ടായിരുന്നത് ഈ പറയുന്ന ജൂതന്മാരാണ്. ഇന്നും ആ സ്ഥലം പേര് അവിടെ ഉണ്ട്, ജൂദയ എന്ന് പറയുന്ന സ്ഥലം. ഈ വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്നതിന് സമരിയ, ജൂദയാൻ സമരിയ എന്നാണ് പറയാ. അതറിയോ? ആ സ്ഥലത്തിന് എങ്ങനെയാ പേര് കിട്ടുന്നത്? അവിടെ നിങ്ങൾ പൊളിച്ചു കളഞ്ഞ വീലിംഗ് വാൾ എന്ന് പറയുന്നത് നമ്മളെ വിലാപ മതിൽ, അത് എന്താണ് ആ വിലാപ മതിൽ? ആരാണ് അത് കെട്ടിയത്? നിങ്ങൾ പോയി സുലൈമാൻ അലൈഹിസ്സലാം ആണെങ്കിൽ അവിടെ ആർക്ക് വേണ്ടിയിട്ട് അത് കെട്ടിയെന്ന് പറയൂ? അത് ഏത് അമ്പലത്തിന്റെ ഭാഗമാണെന്ന് പറയൂ? മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടാണോ? ആണോ? മുസ്ലിങ്ങളായിരുന്നോ അന്ന്? ജൂതന്മാർക്ക് വേണ്ടിയിട്ടല്ലേ? എന്താ ഉറക്കം വരുന്നു. സിനഗോഗല്ലായിരുന്നു അത്. ജൂയിഷ് ടെമ്പിൾ ആയിരുന്നു അത്. അതിന് നമ്മൾ സിനഗോഗ് എന്ന് പറയും. അതിന്റെ ഭാഗമാണ് ഈ പറയുന്ന വീലിംഗ് വാൾ എന്ന് പറയുന്നത് ഇന്ന് കാണുന്നത്.
അത് പൊളിച്ചിട്ടാണ് പിന്നീട് മുഹമ്മദ് നബിയൊക്കെ മരിച്ചു കഴിഞ്ഞിട്ട് ഇന്ന് നിങ്ങൾ പറയുന്ന ഈ മസ്ജിദ് അക്സ എന്നൊക്കെ പറയുന്ന സാധനം അവിടെ കെട്ടിപ്പൊക്കിയത്. എന്താ ഇങ്ങനെ വായും പൊളിച്ച് നിക്കണേ? പറ, എന്തെങ്കിലുമൊക്കെ കടിച്ചാ പൊട്ടാത്ത കാര്യങ്ങൾ നിയന്ത്രിച്ചു പറ. അത് പ്രോഫറ്റ് സുലൈമാൻ അല്ലേ ഉണ്ടാക്കിയത് സർ? ഏതുണ്ടാക്കി? വാൾ ഓഫ് സുലൈമാൻ. വാൾ ഓഫ് സുലൈമാൻ ആർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി? നിന്റെ ബുദ്ധിയില്ലായ്മ നീ ഒരിക്കൽ കൂടെ തെളിയിച്ചിരിക്കുന്നു. അതിപ്പോ മൂസാ നബി നമ്മുടെ പ്രോഫറ്റ് ആണെന്നാണല്ലോ നമ്മൾ പറയാ. ശ്രീകൃഷ്ണൻ വരെ നമ്മുടെ പ്രോഫറ്റ് ആണെന്നല്ലേ നമ്മൾ പറയാറ്. അതൊക്കെ വിടും. ഞാൻ ആർക്ക് വേണ്ടി കെട്ടിപ്പൊക്കിയെന്ന് പറയൂ. അത് എവിടെ കെട്ടിപ്പൊക്കിയെന്ന് പറയൂ. ആ സ്ഥലത്തിന് എന്താ പേര് നിങ്ങൾ പറയും. ഇനിയെങ്കിലും പറയൂ. മസ്ജിദുൽ അക്സയും ഉണ്ടാക്കിയില്ലേ സർ? മസ്ജിദുൽ അക്സ ആരാ ഉണ്ടാക്കിയത്? ഹി റീബിൽഡ് ഇറ്റ്. പ്രോഫറ്റ് സുലൈമാൻ അലൈഹിസ്സലാം. സുലൈമാൻ അലൈഹി സ്വലാമാണോ മസ്ജിദുൽ അക്സ ഉണ്ടാക്കണേ? റീബിൽഡ് ഇറ്റ്, എക്സ്പാൻഡഡ്. അത് മുഹമ്മദ് നബി മരിച്ചു കഴിഞ്ഞിട്ടാണ് ആ സാധനം പണിയണത്. അതറിയില്ല ഇപ്പൊ. അതൊന്നും എനിക്കറിയാൻ മേല. മുഹമ്മദ് നബി മരിച്ചു കഴിഞ്ഞിട്ടാണ് അത് അവിടെ കെട്ടിപ്പൊക്കിയിരിക്കുന്നത്. അത് റീബിൽഡ് ചെയ്താണ് സർ. റീബിൽഡ് ആണെന്ന് നിങ്ങൾ പറയും. നിങ്ങൾ അതിന്റെ അടിയിൽ കുഴിച്ചു നോക്കിയാൽ ബാബരി മസ്ജിദിന്റെ അടിയിൽ അമ്പലം കണ്ട മാതിരി അതിന്റെ അടിയിൽ ജൂതസിന്റെ അപ്പൊ നിങ്ങൾ സമ്മതിക്കൂ ജൂതന്മാരാണ് അവിടെ പണ്ടേ ഉണ്ടായിരുന്നത്? ഓൾ ത്രീ കൾമിനേഷൻ ആയിരുന്നല്ലോ. നിങ്ങൾ സമ്മതിച്ചോ ജൂതന്മാര് പണ്ടേ അവിടെ ഉണ്ടായിരുന്നു? 3 പേരുണ്ടായിരുന്നല്ലോ. നീ കിടന്ന് ഉരുളൊന്നും വേണ്ട. 3 പേരും അല്ല, ജൂതന്മാരുണ്ടെന്ന് സമ്മതിച്ചോ? ജൂതന്മാര്, മുസ്ലിംസ്, ക്രിസ്ത്യൻസ്. ബട്ട് ഓൺഗോയിങ് ഓപ്പറേഷൻ വാസ് ഒരു മണ്ണാങ്കട്ട ഇല്ല. അതൊക്കെ നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. പോയി ചരിത്രം പഠിക്കും. നിങ്ങൾക്ക് ഒരു മണ്ണാങ്കട്ടയും ചരിത്രം നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾക്ക് അവിടെ നിങ്ങൾക്ക് അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത് ഹമാസ് ആണെന്ന് പോലും അറിയാത്ത ഒരു മണ്ടിയാണ് നിങ്ങൾ. ഓക്കെ, നിങ്ങൾക്ക് അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത് ഹമാസ് ആണെന്ന് അറിയില്ല. അവിടെ എന്നാണ് ഇസ്രായേൽ പോയത് എന്ന് നിങ്ങൾക്ക് അറിയില്ല. അവിടെ ഈ പറയുന്ന എങ്ങനെയാണ് ഹമാസ് ഭരണത്തിൽ വന്നതെന്ന് നിങ്ങൾക്ക് അറിയില്ല. ആ സ്ഥലത്തിന്റെ പേരെന്തായിരുന്നു നിങ്ങൾക്ക് അറിയില്ല. അവിടെ അറബ്സ് അറ്റാക്ക് ചെയ്യാൻ പോയ സ്ഥലത്തിന് അവരെന്താ വിളിച്ചിരുന്നതെന്ന് നിങ്ങൾക്ക് അറിയില്ല. പലസ്തീനെയാണ് അന്ന് അവർ അറ്റാക്ക് ചെയ്ത് പോയതെന്ന് നിങ്ങൾക്ക് അറിയില്ല. അറബ്സ് പലസ്തീൻ എന്ന് പറയുന്ന സ്ഥലം അവര് പേര് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് നിങ്ങൾക്ക് അറിയില്ല. ഈ പലസ്തീൻ എന്ന് പറയുന്ന പേര് സ്വീകരിച്ചത് 1960-ലാണെന്ന് നിങ്ങൾക്ക് അറിയില്ല. അതേപോലെ ഈ ഫിലിസ്തീൻസ് എന്ന് പറയുന്നത് അറബികളല്ല എന്ന് നിങ്ങൾക്ക് അറിയില്ല. പോയി പഠിച്ചിട്ടോ? റബലൊക്കെ അവിടെ നിൽക്കട്ടെ. ഇത് കുത്തിക്കഴപ്പാണ്. ഇത് റബലും മണ്ണാങ്കട്ടയൊന്നുമല്ല. അതൊക്കെ നിങ്ങളുടെ ആശ്വാസത്തിന് പറയുന്നതാണ്. ഹമാസിന്റെ ചാർട്ടറിൽ എഴുതി വെച്ചിരിക്കണം എന്താന്ന് പറയും ആദ്യത്തെ പാരഗ്രാഫില്. നിങ്ങൾ പറയൂ. പിന്നെന്താ പന്നിയെ വിഴുങ്ങിയ പെരുമ്പാമ്പിനെ പോലെ മുഖത്തൊരു പൈക്ലബ്യം. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കണത്, ഹമാസിന്റെ ചാർട്ടറിൽ ആദ്യത്തെ സെന്റൻസ് എന്താ എഴുതി വെച്ചിരിക്കുന്നത്? അയ്യോ, ഇത്രയൊന്നും എനിക്ക് അത്ര പറഞ്ഞൂടാ സാർ. അതാണോ എന്നോട് വന്ന് ചരിത്രം പറയാൻ പഠിക്കുന്നത്? അത് നിങ്ങൾ വീട്ടിലിരിക്കുന്ന ഭർത്താവിനോട് ഇക്കാക്കാനോട് പറഞ്ഞാൽ മതി. ഓക്കെ, ആ പരിപ്പ് ഇവിടെ എടുക്കണ്ട. തോറ്റ് തുന്നമാടി വന്നിരിക്കുന്നു നിന്റെ മോൻ. അവനെന്തെങ്കിലും തിന്നാൻ കൊടുക്ക്. എന്തെങ്കിലും പോരാ, സ്വപ്പ കനമായിട്ട് തന്നെ വേണം. എന്നാ അമ്മിക്കലത്ത് ഒഴുകിക്കോ. അതും മതിയാവൂന്ന് തോന്നുന്നില്ല. പൊരിഞ്ഞ പോരാ.